നമസ്കാരം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. SIT ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ഇടപെട്ടതിന്റെയും അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതിന്റെയും കൃത്യമായ തെളിവുകൾ ലഭിച്ച ശേഷമാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. CPM-ന്റെ മുൻ MLA ആണ്. വിശിഷ്യ പിണറായി വിജയന്റെ വത്സല ശിഷ്യൻ കൂടിയാണ് എ പത്മകുമാർ. പത്മകുമാർ വഴി ഒരു വേള ഈ സ്വർണ്ണക്കൊള്ളയുടെ വേരുകൾ പിണറായി വിജയനിലേക്ക് പോലും എത്തിപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. നിയമവിദഗ്ധരൊക്കെ തന്നെ പറയുന്നുണ്ട്. കാരണം CPM-ന്റെ പ്രമുഖനായ നേതാവാണ്. ഇദ്ദേഹത്തെ എത്ര തള്ളി പറഞ്ഞാലും ഇദ്ദേഹം ഇടപെട്ട കേസുകൾക്ക് CPM-ന് വ്യക്തമായ അറിവ് ഉണ്ടായിരുന്നു. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയും അതിലെ പ്രധാനപ്പെട്ട നേതാക്കളും അടക്കം ഈ കൊള്ളയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തി വരികയാണ്. അതിന്റെ വ്യക്തമായ തെളിവുകളും SITക്ക് ലഭിച്ചതായി അറിയാൻ സാധിക്കുന്നു. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എല്ലാവിധ ഇടപാടുകളും നടത്തിയിരുന്നത് എ പത്മകുമാറാണ്. പത്മകുമാറിന്റെ വീട്ടിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തും മറ്റു പ്രദേശങ്ങളിലും എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. മാത്രമല്ല, CPM-ന്റെ പങ്ക്, പാർട്ടിയുടെ പങ്ക്, പാർട്ടി നേതാക്കളുടെ പങ്ക് ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു, കൂടുതൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരു വേള മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും മറ്റ് പ്രമുഖരായ പല പാർട്ടി നേതാക്കളിലേക്കും മന്ത്രിമാരിലേക്കും ഒക്കെ തന്നെ SITയുടെ വിരൽ ചൂണ്ടുകയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഉള്ള ഒരു അന്വേഷണ സംവിധാനമല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ 6ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ SIT നടത്തിയിരിക്കുന്നത്. പത്മകുമാറിനെ രക്ഷിച്ചെടുക്കാൻ, ഇദ്ദേഹത്തെ ഈ വിഷയത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ CPM-ഉം പല വൃത്തങ്ങളും പല രീതിയിൽ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇത്രയും അറസ്റ്റ് വൈകിയത് എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയായാലും എ പത്മകുമാർ എന്ന വ്യക്തി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലായിരിക്കുന്നു. ഇദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒക്കെ വന്ന് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നാമം ജപിച്ച് കരഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതൊക്കെ വെറും തട്ടിപ്പായിരുന്നു. CPM-കാരന്റെ ആ സ്വതസിദ്ധമായ തട്ടിപ്പായിരുന്നു ഇത് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പാവുകയാണ്. ഇയാൾ വർഷങ്ങളായി ശബരിമലയിൽ ഇദ്ദേഹം ഇരുന്ന കാലഘട്ടത്തിലും അല്ലാതെ ഇരുന്ന കാലഘട്ടത്തിലും ഒക്കെ തന്നെ വൻ തട്ടിപ്പുകളാണ് നടത്തിയത് എന്നുള്ള വിവരവും SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്നു. പോറ്റി വഴി ഇയാൾ പല പല സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു. അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ, അതുപോലെ വാതിൽപ്പാളികൾ, കട്ടിളപ്പടികൾ ഉൾപ്പെടെ സ്വർണം ഇളക്കിക്കൊണ്ടു പോകുന്നതും അത് ചെമ്പാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ചെമ്പാക്കി എഴുതി വെക്കുന്നു. അത് വാസു പറഞ്ഞിട്ട് ചെയ്യുന്നു. അപ്പം N വാസു എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ കമ്മീഷണർ, അതുപോലെ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു വൻ തട്ടിപ്പ്, സമാനതകളില്ലാത്ത ഒരു തട്ടിപ്പാണ് ഇത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പലരും പറയുന്നുണ്ട്, എ പത്മകുമാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ അറിയാതെ ചെയ്യില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് എന്ന് പലരും പറയുന്നുണ്ട്. അപ്പം അതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്. പിണറായി വിജയന്റെ സഹായം ഇതിനുണ്ടായിട്ടുണ്ടോ? എ പത്മകുമാറിനെ പൊതിഞ്ഞു പിടിക്കാൻ മുഖ്യമന്ത്രിയും CPM-ഉം ശ്രമിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ തള്ളി പറയുമോ? കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ ഇവരെയൊക്കെ തന്നെ തള്ളി പറഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ കേട്ടതാണ്. പക്ഷെ എത്ര തള്ളി പറഞ്ഞാലും പത്മകുമാറിൽ നിന്ന് പലതും SITക്ക് കിട്ടാനുണ്ട്. അത് ഉടൻ തന്നെ കിട്ടുകയും ചെയ്യും. ഉടൻ തന്നെ അറസ്റ്റ് എങ്ങോട്ടൊക്കെ എത്തും എന്നുള്ള കാര്യമാണ് ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണവും മറ്റ് നടപടികളുമാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. 6ാമത്തെ അറസ്റ്റാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. എ പത്മകുമാർ എന്ന ഒരു പപ്പേട്ടൻ, ഒരു പാവം പിടിച്ച മനുഷ്യൻ എന്ന് സ്വയം തോന്നിപ്പിക്കത്തക്ക രീതിയിൽ പെരുമാറുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി ഇപ്പോൾ ഇതാ അറസ്റ്റിലായിരിക്കുന്നു. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. കോടതി അന്വേഷണ സംവിധാനത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിനും മറ്റു കാര്യങ്ങൾക്കുമായി വിടുമായിരിക്കും, അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുമായിരിക്കും. കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടാകുമായിരിക്കും. അതൊക്കെ CPM-ലെ പല പ്രമുഖരിലേക്കും ഒരു വേള മുഖ്യമന്ത്രിയിലേക്ക് പോലും എത്താനുള്ള സാധ്യത കൂടിയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. SIT അന്വേഷണങ്ങളും മറ്റ് നടപടികളും തുടരുക തന്നെ ചെയ്യും. ഹൈക്കോടതി ഓരോ വിഷയത്തിലും കൃത്യമായി ഇടപെടുന്നുണ്ട്, കൃത്യമായി മേൽനോട്ടം വഹിക്കുന്നുണ്ട്. എ പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ ഇനിയും പല ബിംബങ്ങളും വീഴാനുണ്ട്, ഇനിയും പലരും വീഴും എന്നുള്ളതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്.